പാലുവിന് ഫോൺ കൊടുക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ഒരു വീഡിയോ എടുത്തത്. പാലു സദ്യ ഫോൺ കൊടുത്ത് ഇന്ന് വരെ ഞാൻ ഫുഡ് കൊടുത്തിട്ടില്ല. ഇപ്പോഴും ഞാൻ അതന്നെ പറഞ്ഞിട്ടിരിക്കുക. പക്ഷെ അത് അവര് വീട് നമ്മൾ ഇതുപോലെ ഹോളിൽ നിന്നാണ് വീഡിയോ എടുത്തത്. അപ്പോൾ AC ഇല്ലല്ലോ, ഫാൻ ഇല്ല. അന്ന് എടുത്ത ആ വീഡിയോ എടുത്തോണ്ട് ഇവർക്ക് ഇതുപോലെ ഭയങ്കര അസ്വസ്ഥത അവർക്ക് എടുക്കാം. അപ്പോൾ ഇവള് കരഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഫോൺ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇവിടെ എന്നീ ഫോൺ എടുത്ത് എന്നിട്ട് ഇവളെടുത്ത് തലേ വെച്ച് ഇങ്ങനെ അതെടുത്ത് വെച്ചിട്ട് ഇവരെ എടുത്ത്. അപ്പം ഞാനത് കണ്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. എനിക്ക് പാലിൻ്റെ പുറകെ ഞാൻ അങ്ങനെ എനിക്ക് യൂട്യൂബ് ഒന്നും കറക്റ്റ് നോക്കാൻ പറ്റാറില്ല. നോക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം രാവിലെ ഫോൺ എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മുകേഷിൻ്റെ ഇതും വെച്ചിട്ട് ഫോൺ കൈ വെക്കാറില്ല, തലയിലേ വെക്കാറില്ല, ചേച്ചിയുടെ തള്ളുകൾ എന്നും പറഞ്ഞിട്ട് ആ കുട്ടി ചോദിച്ചത് അമ്മ ഫോൺ കാണിച്ചാണോ ഫുഡ് കൊടുക്കണേന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഫോണിൽ പാട്ടോ ഇതൊന്നും വെച്ച് ഫുഡ് കൊടുക്കാറില്ല പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആരോട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് എന്നെ ഇങ്ങനത്തെ പരിപാടിക്ക് വിളിക്കരുത്. എനിക്ക് ഇനി ഈ പ്രായത്തിലൊരു എന്നെ പബ്ലിസിറ്റിയുടെ ആവശ്യം എനിക്കില്ല. എനിക്ക് അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ അമ്മ ഞാനിങ്ങനെ നിൽക്കണോണ്ടാണ് അങ്ങനെ പറയുന്നത് ആളുകൾ, അമ്മ അത് കാര്യമാക്കി എടുക്കേണ്ടാവും. പിന്നെ നമുക്ക് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഉണ്ടാകുമ്പോൾ ആരും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കില്ല. നമുക്കൊരു നെഗറ്റീവ് വരുന്ന സമയത്ത് നീ ഇത് കാണൂ എന്ന് പറഞ്ഞാൽ അത് വേറെ ചാനൽ എടുത്തിട്ട് ഷോട്ട് ഇട്ട് കഴിയുമ്പോഴത്തെ അടുത്ത് വരേക്കും ഇങ്ങനെ. അത് തന്നെയായിരുന്നു. അതെനിക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. അത് വേറൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റാണ് ഈ തള്ളക്ക് കമൻറ്റ് പോലും സഹിക്കാൻ പറ്റാത്ത എന്തിനാടി നീ ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും.